കൊച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് വെളിയിൽ നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയിട്ട് മീൻകറി തയ്യാറാക്കുവാണ്. മീൻകറിയും കപ്പയും കൂടെ തയ്യാറാക്കുവാണ്. അപ്പം എല്ലാവരെയും വീഡിയോയിലേക്ക് നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. തീയൊക്കെ നല്ലപോലെ പിടിച്ച് വരുന്നുണ്ട്. അപ്പം തീയെല്ലാം കത്തിയിട്ടുണ്ട്. നമുക്ക് ചട്ടിയൊന്ന് വെച്ച് കൊടുക്കാവേ. ചട്ടി വെച്ച് കൊടുത്തു. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാവേ. എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. കൊടുക്കുകയാണേ. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാവേ. കടുക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാൽ ഇട്ട് കൊടുക്കുകയാണ്. കടുകെടുത്തിട്ട് ഉണ്ടാക്കി വെച്ചതിൻ്റെ കൂട്ടാം. വിറ്റേൻ്റെ ഒക്കെ ബാക്കി തവിയൊക്കെ ഇവിടെ നമ്മുടെ ചേട്ടൻ ഉണ്ടാക്കുന്നതാണ്. പുളി 4 കഷ്ണം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ ഇടാൻ വിട്ടുപോയി. പച്ചമുളക് 2 എരിവുള്ള പച്ചമുളകാണ്. നമ്മൾ 2 എണ്ണം ഇട്ട് കൊടുത്ത് 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുവാണേ. പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ല പച്ചമുളകൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കന്നേരം പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട്. നമ്മൾ 2-2.5 സ്പൂൺ ഇട്ട് ചെറിയ സ്പൂണിൽ ഇട്ട് കൊടുക്കുകയാണേ. മുളക് പൊടി ഒരു 3 സ്പൂണേ. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒത്തിരി കരിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ. പുളി ഇട്ട് കൊടുത്തേ. നമ്മൾ ആ എൻ്റെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച മിക്സിക്കകത്തോട്ട് വെള്ളം എടുത്തിട്ട് ഒഴിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുവാണ്. കേരമീനാണ്, കഴുകി എടുത്ത് വെച്ചതാണ്. നമ്മൾക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. 1 കിലോ കേരപ്പീസിനുള്ളതാണ്. 1 കിലോ മീനാണ് മേടിച്ചേക്കുന്നത്. നമുക്ക് വെള്ളമെല്ലാം നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചതാണ്. ഇപ്പം പയ്യെ ഒന്ന് ഇളക്കി, മറ്റേ തവിയും കൊണ്ട് ഇളക്കാത്തതാണ്. ഇതും കൊണ്ടാകുമ്പോൾ നമുക്കൊന്ന് ഇതെല്ലാം തവിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ചട്ടിക പോലത്തെയും തവി പോലത്തെ എല്ലാം സാവും ഇവിടെ പുള്ളിക്കാരനുണ്ടാക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ. മൂടി വെച്ച് കൊടുത്തു. പുകമണം കയറാതിരിക്കാൻ പിന്നെ വെച്ചത്. അപ്പോൾ നമ്മൾ കപ്പയും കൂടെ പൊടുങ്ങുന്നു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളി
എല്ലാം നല്ലതായിട്ടുണ്ട്. നമുക്കിതൊന്ന് വാങ്ങാം. ഇത് കണ്ടില്ലേ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വാങ്ങിക്കും. കപ്പയ്ക്ക് വെള്ളം വെച്ച് കൊടുക്കൂടെ. അപ്പം വെള്ളം ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കപ്പ എന്നിട്ട് കൊടുക്കാവേ. അടിപൊളി കപ്പയാണ്, എൻ്റെ സൂപ്പർ കപ്പയാ. പെട്ടെന്ന് നമുക്കൊന്ന് ഗപ്പിയൊക്കെ കണ്ടോ, ഗപ്പിയൊക്കെ കണ്ടോ നമ്മൾ വളർത്തുന്നതാണ്. അപ്പോൾ എന്താ നമ്മുടെ ഗപ്പികളാണ് ഇത് കണ്ടോ. ഇവന്മാരെല്ലാം നമ്മുടെ സുന്ദരന്മാരെ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടായിരുന്നു. ഉണ്ടോ, ഞാൻ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അവർക്ക് പാത്ത് കിടക്കാൻ വേണ്ടി. അപ്പം പാത്ത് കിടക്കാനും അവർക്ക് ഒളിച്ചിരിക്കാനും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കാനും ഒക്കെ ഇലയൊക്കെ ഇട്ട് കൊടുത്തേക്കുക. ഞാൻ ഇലയൊക്കെ വീഴുന്ന ഇല അവിടെ കിടക്കും. കുറേ ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ അത് പിറക്കി കളയുമല്ലേ. ഉണ്ടോ, ഒമ്പടിയുണ്ട് ഗപ്പി ടെറസയിലും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഉണ്ടോ, നല്ലപോലെ സുന്ദരനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തായിരുന്നേ. അപ്പം നല്ലപോലെ ഇത് കണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കോരി കൊടുക്കണം. ചിലതൊക്കെ നമ്മൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അടിപൊളി കപ്പയാണ്, തകർപ്പൻ കപ്പയാണ്. അപ്പം നമ്മൾ അത് നടുപ്പേ വേവിച്ചതാണ് എല്ലാം കഴിക്കുന്നത്, മീനും കപ്പയും. കപ്പയൊന്ന് കുഴഞ്ഞിടാവേ. ഇവിടെ പട്ടിയെല്ലാം കൂടെ നമുക്ക് കറിയൊന്ന് എടുക്കാവേ. അപ്പോൾ നമ്മൾ മീൻ കഷ്ണം എടുക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ലൊരു രുചിയാണ്. ഈ അടുപ്പയിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ചൂട് കാരണം ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അടുപ്പയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റേതായ രുചി വ്യത്യാസമുണ്ട്. എപ്പോഴും നമ്മൾ ഗ്യാസിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അടുപ്പ് വെളിയിൽ കൂട്ടി അടുപ്പയിലാണ് ഇന്നെല്ലാം ചെയ്ത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കിച്ചൻ എല്ലാവരും കയറി കാണണം. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു കറിയും കപ്പ വേവിച്ചതുമാണ് നമ്മൾ കാണിച്ചത്, കപ്പ ചെണ്ടമുറിയൻ. അപ്പം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുപ്പയിൽ വേവിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ഗ്യാസയിലൊക്കെ അല്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഒരു വേറെ ലെവലാണ്. നമ്മൾ ഗ്യാസിൽ വെക്കുന്നതും ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയും കാണുന്നിട്ട് വരുമ്പോൾ ബൈ.